Hello everyone, welcome to another video of weekly updates from Insight Research Analytics. Last week market നോക്കുമ്പോൾ ലോസോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ആക്കിയിരിക്കുന്നത്. US മാർക്കറ്റ്സ് നോക്കുമ്പോഴായാലും കമ്പയർഡ് ടു ലാസ്റ്റ് വീക്ക് ലോസ് ആണുള്ളത്. DeepSeek എന്ന ചൈനീസ് AI ടൂളിന്റെ സെൽ ഓഫ് ആണ് US മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. ജനറേറ്റീവ് AI ടൂൾ ചൈന അവതരിപ്പിച്ചതിനു ശേഷം ടെക്നോളജി സ്റ്റോക്സിൽ വളരെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. DeepSeek എന്നത് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഒരു ജനറേറ്റീവ് AI ടൂളാണ്. ഈ ചൈനീസ് AI ടൂളിന്റെ പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട് ലാസ്റ്റ് ഫ്രൈഡേ റിലീസ് ചെയ്തിരുന്നു. കുറഞ്ഞ ചെലവിൽ സൃഷ്ടിച്ച ഈ ജനറേറ്റീവ് AI ടൂൾ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതേപോലുള്ള ജനറേറ്റീവ് AI ടൂൾസ് ഉപയോഗിക്കുന്നതിന് വലിയ ഡാറ്റാ സെന്ററുകളുടെ ആവശ്യമില്ല എന്ന റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മൈക്രോസോഫ്റ്റിന്റെ തീരുമാനപ്രകാരം ഡാറ്റാ സെന്ററിനായി ലീസിന് നൽകിയ എല്ലാ ഭൂമിയും വിൽക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓറക്കിൾ അവരുമായി ഒരു ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓറക്കിളിന് ധാരാളം ഡാറ്റാ സെന്ററുകൾ സ്ഥലം ലഭ്യമാണ്. അതിനാൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീക്ക് കേബിൾ കമ്പനീസിന്റെ സ്റ്റോക്ക് ഡൗൺ ആയിരുന്നു. നമ്മുടെ കേബിൾ കമ്പനീസ് നോക്കുകയാണെങ്കിലും അവർക്കും അതൊരു വലിയ ക്രാഷ് ആയിരുന്നു. എന്നിരുന്നാലും നമ്മുടെ കേബിൾ കമ്പനീസിൽ അത് വലിയ രീതിയിലൊന്നും നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നില്ല. ഡാറ്റാ സെന്ററുകളുടെ എണ്ണം നോക്കിയാൽ US-ൽ 5400 ഡാറ്റാ സെന്ററുകളുണ്ട്. ഇന്ത്യയിൽ 150-160 ഡാറ്റാ സെന്ററുകൾ മാത്രമേ ഉള്ളൂ. ഡാറ്റ ലോക്കലൈസേഷൻ നിയമം അനുസരിച്ച് നമ്മുടെ ഡാറ്റ സൂക്ഷിക്കണമെങ്കിൽ നമുക്കൊരു ഡേറ്റാ സെന്റർ ആവശ്യമാണ്. അതിനാൽ നമ്മുടെ ഡേറ്റാ സെന്റർ ബിസിനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഗ്ലോബൽ ഇമ്പാക്ട്സ് നമ്മുടെ ഡേറ്റാ സെന്റർ ബിസിനസ്സിനെയും ബാധിച്ചേക്കാം. എസ്പെഷ്യലി E2E നെറ്റ്വർക്ക്, ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്സിൽ. യൂറോപ്യൻ മാർക്കറ്റ്സും ചൈനീസ് മാർക്കറ്റ്സിനും ലാസ്റ്റ് വീക്കായിരുന്നു. പക്ഷെ നമ്മൾ ഇയർ ടു ഇയർ നോക്കുമ്പോൾ ഫസ്റ്റ് 10 മന്ത് അമേരിക്കൻ ഇൻഡെക്സ് S&P 500 പ്രകാരം 1.2 ആണ് ഗെയിൻ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ആൻഡ് ചൈനീസ് മാർക്കറ്റ് ക്ലോസ്ഡ് അറ്റ് 10%. പക്ഷെ നിഫ്റ്റി നോക്കുമ്പോൾ അത് ബിലോ 6.47% ആണ്. കഴിഞ്ഞ 5 മന്ത്സ് ആയിട്ട് നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആയിട്ടാണ് ഉള്ളത്. ഏകദേശം 15.8% ആണ് ലോസ് ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ് ഇൻഡെക്സ്, സ്മോൾ ക്യാപ് ഇൻഡെക്സ്, നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് എന്നിവയെല്ലാം 20% താഴെയാണ്. ഈ കണ്ടിന്യൂസ് ലോസ് വളരെ പെട്ടെന്നായിരുന്നു. റീറ്റെയിലേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചതും ഇതിനൊരു കാരണമാണ്. എന്നിരുന്നാലും 1996 ശേഷമുള്ള നമ്മുടെ വിപണിയിലെ തകർച്ച പല ഇൻവെസ്റ്റേഴ്സിനെ വളരെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. കോവിഡ് സമയത്ത് പോലും അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇതൊരു ഏർലി ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്ത 1-2 മാസത്തിനുള്ളിൽ നമ്മുടെ വിപണിയിൽ കൂടുതൽ പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത ഇത് സൂചിപ്പിക്കുന്നു. തേർഡ് ക്വാർട്ടറിൽ GDP 6.2% ആയിരുന്നു. അത് ഫോർത്ത് ക്വാർട്ടറിൽ 7.6 വരെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കുംഭമേള 3 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് UP-യിൽ മാത്രം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. UP-യുടെ GDP വർദ്ധിച്ചാലും അത് ഇന്ത്യയുടെ മൊത്തം GDP-യിൽ പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും. നമ്മുടെ GST കളക്ഷൻ നോക്കിയാൽ നമ്മുടെ എക്കോണമി റിക്കവറി സ്റ്റേജിലാണുള്ളത്. ഫോർത്ത് ക്വാർട്ടർ എൻഡിൽ ഇതിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് തീർച്ചയായും സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നോർമലി ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് ഈ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കാണാനും സാധ്യതയുണ്ട്. എക്കോണമിക് ന്യൂസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോസിറ്റീവ് ആയിട്ടാണ് അതുള്ളത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനീസ് സർക്കാരും ഈ വീക്ക് ഒരു യോഗം ചേരുന്നുണ്ട്. അതിന് ധാരാളം നല്ല ന്യൂസ് ഫ്ലോസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചൈനീസ് ടെക്നോളജി സുപ്രമസി ആൻഡ് പ്രൈവറ്റൈസേഷൻ ഭാഗമായി ധാരാളം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അവർ ടെലികോം സെക്ടറിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇത്തരം പ്രഖ്യാപനങ്ങൾ സാധാരണയായി ചൈനയിൽ വളരെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാറുള്ളത്. ചൈനയിൽ പോസിറ്റീവ് സ്വാധീനം ഉണ്ടാകുമ്പോൾ പ്രധാന ഇമ്പാക്ട് മെറ്റൽ സെക്ടറിനായിരിക്കും. ചൈനയിൽ മെറ്റൽ സെക്ടർ റിക്കവർ ആകുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, വേദാന്ത ലിമിറ്റഡ് മുതലായവയ്ക്ക് കൂടുതൽ അവസരങ്ങളും ലഭിക്കും. ഉൽപ്പന്നങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്വർണത്തിന് പുതിയൊരു റെക്കോർഡിലെത്തി. പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗിൽ വെള്ളിയാഴ്ച അത് താഴെയായി. സ്പോട്ട് ഗോൾഡ് ഔൺസിന് $2,858 ക്ലോസ് ചെയ്തത്. ഗോൾഡ് സ്റ്റോക്കിൽ ഒരു വോളറ്റിലിറ്റിക്കും സാധ്യതയുണ്ട്. സ്വർണത്തിൽ വ്യാപാരം നടത്തുന്ന നിക്ഷേപകർ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ക്രൂഡ് ഓയിലിന്റെയും സ്വർണത്തിന്റെയും ഇടിവിൽ ഇന്ത്യയിൽ പോസിറ്റീവായിട്ടാണ് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. രൂപയുടെ ക്ലോസിംഗ് നോക്കിയാൽ വെള്ളിയാഴ്ച ഡോളറിനെതിരെ രൂപ ക്ലോസ് ചെയ്തത് $1 87.47 രൂപയാണ്. ഇത് അല്പം നെഗറ്റീവ് ആണ്. പക്ഷെ ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ചയിൽ ഈ ഒരു നിലയിൽ കൺസോളിഡേറ്റിന് സാധ്യതയുണ്ട്. മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അത് പൊതുവെ നമുക്ക് പോസിറ്റീവ് ആയിട്ടാണുള്ളത്. ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് ആൻഡ് ടാരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ് ഇന്ത്യൻ വിപണിയിൽ ഒരു വോളറ്റൈലിറ്റി സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് വേണം മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ.
ഓരോ ഫാളിലും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് വാങ്ങുന്നത് വളരെ നല്ല തീരുമാനമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീക്ക്ലി അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ ഒന്ന് ഫോളോ ചെയ്യിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.